അടുത്ത് നമ്മൾ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് പഠിക്കാം. സപ്പോർട്ട്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് നമ്മൾ ഹിഞ്ച് സപ്പോർട്ട് എന്ന് വിളിക്കും. ഒരു ഹിഞ്ച് ഇവിടെ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഹിഞ്ച് സപ്പോർട്ട്. അപ്പോൾ ഹിഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് നമ്മൾ താഴെ ഈ ഒരു ഹാഷ് ലൈൻ വരയ്ക്കുന്നത് സപ്പോർട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബീം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നിടത്ത് നമ്മളൊരു പിൻ ജോയിൻ്റായി കൊടുക്കും. ഒരു പിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും, ബീമിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അവിടെയാണ് ബീം ഇരിക്കുക. ആ ബീമിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു പിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ റൊട്ടേഷൻ അറസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ടാവില്ല, ഹിഞ്ചിനുണ്ടാവത്തില്ല. ഒരു ഫ്രീ പിന്നല്ലേ, ഒരു ഫ്രീ പിന്നാണുള്ളത്. അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യത്തുള്ളൂ, ഒരിക്കലും ഓപ്പോസ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ നമ്മൾ പോസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിഞ്ചിലുണ്ടാവുന്ന സപ്പോർട്ട്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സ് റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. സപ്പോർട്ടിൽ സപ്പോർട്ടിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മൊമെൻ്റ് റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹിഞ്ച് സപ്പോർട്ട് എഴുതാം, നോട്ടായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സിൻസ് rotation is possible, no moment reaction will develop. അപ്പോൾ പോസിബിൾ ഏതൊക്കെയാണ്? വെർട്ടിക്കൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ? അതാണ് ഹിഞ്ച് സപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത് പോലെ ഹിഞ്ചിൻ്റെ ജോയിൻ ആയിരിക്കും നമ്മുടെ ബീമുമായിട്ട് വരിക. എന്നാൽ താഴെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു റോളർ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. മീൻസ് പോസിബിൾ ടു മൂവ് ലൈക്ക് ദിസ്, ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതിനിപ്പോൾ നമ്മളൊരു ഇൻക്ലൈൻ സർഫസിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയും. ഓക്കെ, പിന്നെ മൊമെൻറ്റ് റിയാക്ഷൻസ് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റോളർ സപ്പോർട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. only vertical reaction force present. Okay, അതാണ് റോൾ സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ടും റോൾ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കാം. മറ്റൊന്ന് ഫിക്സഡ് സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ കാൻഡിലിവർ ബീമിൻ്റെയും അല്ലെങ്കിൽ ഫിക്സഡ് ബീമിൻ്റെയൊക്കെ എൻഡ് കണ്ടീഷൻ ഫിക്സഡ് സപ്പോർട്ടാണ്. സോ അവിടെ നമ്മളിങ്ങനൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ പോസിബിൾ റിയാക്ഷൻസും ഉണ്ടാവുന്നുണ്ട്. RH ആയാലും RV ആയാലും അതേപോലെ വെർട്ടിക്കൽ കേസിനും മൊമെൻറ്റും റിയാക്ഷനും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ്